ഡിയർ ലേണേഴ്സ്, ഏവർക്കും സ്വാഗതം. ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? ഇന്ന് നമ്മൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ ഗുഡ്വിൽ എന്ന ഒരു ഐറ്റത്തിൻ്റെ ട്രീറ്റ്മെൻ്റാണ് പരിഗണിക്കുന്നത്. ദീർഘകാലം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് ധാരാളം കസ്റ്റമേഴ്സിനെ ആകർഷിക്കുവാനും കൂടുതൽ സെയിൽസ് നേടുവാനും അതുകൊണ്ട് തന്നെ അധികമായി ലാഭം നേടുവാനുമുള്ള ഒരു ശേഷിയുണ്ട്. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ഉപരിയായി അധിക ലാഭം നേടുന്നതിനുള്ള ഒരു സ്ഥാപനത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ ഗുഡ്വിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഒരു സ്ഥാപനത്തിലേക്ക് ആകൃഷ്ടരാകുന്നത്? അതൊരു പക്ഷേ ആ സ്ഥാപനത്തിൻ്റെ ഡീലിങ്സ് ആവാം, മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി ആവാം, ആ ബിസിനസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയാവാം, ആ ബിസിനസ്സിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ പ്രിവിലേജുകൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവയൊക്കെ ആവാം. സോ എന്താണ് ഗുഡ്വിൽ എന്ന് നമുക്ക് നോക്കാം. ഗുഡ്വിൽ ഈസ് ദ ഗുഡ് നെയിം ഓർ റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം which enables it to earn super profit. It is the present value of a firm's anticipated excess earnings. Goodwill exists only when the firm earns super profit. Any firm that earns normal profit or is incurring losses has no goodwill. മറ്റ് സ്ഥാപനത്തിൽ നിന്നും വ്യത്യസ്തമായി അധിക ലാഭം ഏൺ ചെയ്യുവാനുള്ള ഒരു സ്ഥാപനത്തിൻ്റെ കഴിവിനെയാണ്, അതിൻ്റെ സൽപ്പേരിനെയാണ് നമ്മൾ ഗുഡ്വിൽ എന്ന് പറയുന്നത്. മോണിറ്ററി വാല്യൂ ഓഫ് ഗുഡ് നെയിമാണ്. സൂപ്പർ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഗുഡ്വിൽ ഉണ്ടാവുകയുള്ളൂ. സൂപ്പർ മീൻസ് എക്സ്ട്രായാണ്. സാധാരണഗതിയിൽ ഒരു സ്ഥാപനം ഏൺ ചെയ്യേണ്ട മിനിമം ലാഭം, അതിനും ഉപരിയായി അധികമായി ലാഭം ഏൺ ചെയ്യാൻ ഒരു സ്ഥാപനത്തെ സഹായിക്കുന്നത് ഗുഡ്വിലാണ്. തുടർച്ചയായി നഷ്ടത്തിൽ പോകുന്ന ഒരു സ്ഥാപനത്തിന് ഒരിക്കലും ഗുഡ്വിൽ ഉണ്ടാവുകയില്ല. ദെൻ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ്വിൽ? ഒന്ന്, സെൻട്രലൈസ്ഡ് ലൊക്കേഷൻ, അതായത് ഒരു ടൗണിൻ്റെ ഏറ്റവും കേന്ദ്രഭാഗത്ത് കൂടുതൽ കസ്റ്റമേഴ്സിനെ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സ്ഥലത്താണ് ബിസിനസ് നിലകൊള്ളുന്നതെങ്കിൽ ആ ബിസിനസ്സിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് ആകർഷ്ടരാകും, കൂടുതൽ സെയിൽസ് ഉണ്ടാവും. എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് എഫിഷ്യൻ്റ് ആണെങ്കിൽ, നല്ല നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി മാനേജ്മെന്റിനുണ്ടെങ്കിൽ കൂടുതൽ സെയിൽസ് നേടുന്നതിനും അപ്രകാരം കൂടുതൽ ലാഭം നേടുന്നതിനും സഹായിക്കുന്നു. Then market situation like monopoly or limited competition. നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ആ ടൗണിൽ ഡീൽ ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങൾ തീരെ കുറവാണ്, മാത്സര്യം കുറവാണ് എങ്കിൽ സ്വാഭാവികമായും കസ്റ്റമേഴ്സ് എല്ലാം നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആകർഷകരാകും, നമുക്ക് കൂടുതൽ സെയിൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ കൂടുതൽ ലാഭവും ലഭിക്കും. സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ലൈക്ക് പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഇമ്പോർട്ട് ലൈസൻസ് എക്സെട്ര. നമ്മുടെ സ്ഥാപനത്തിന് മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഏതെങ്കിലും പ്രത്യേകതകൾ, ഒന്നെങ്കിൽ ട്രേഡ് മാർക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെൻഷനുള്ള പേറ്റന്റ് നമുക്കുണ്ട്, ഇമ്പോർട്ട് ലൈസൻസിംഗ് ഉണ്ട്, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെന്റ് പ്രിവിലേജോ മറ്റോ നമുക്കുണ്ട് എങ്കിൽ അത് കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ സഹായിക്കുന്നു. ദ നേച്ചർ ഓഫ് ബിസിനസ്, നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ സ്റ്റേബിൾ ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നു. ദെൻ നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പാർട്ട്ണർഷിപ്പിൽ ഗുഡ്വിൽ വാല്യൂ ചെയ്യേണ്ടത്? ഒന്ന്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പാർട്ട്നേഴ്സ് തമ്മിലുള്ള ലാഭനഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്ന അനുപാതത്തിൽ ഒരു മാറ്റം നിർദ്ദേശിക്കുകയാണ് എങ്കിൽ സ്ഥാപനത്തിന്റെ ഗുഡ്വിൽ വാല്യൂ ചെയ്ത്
സാക്രിഫൈസ് ചെയ്യുന്ന പങ്കാളികൾക്ക് അതിന് ആനുപാതികമായിട്ട് ഷെയർ നമ്മൾ നൽകേണ്ടതുണ്ട്. ദെൻ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം ലൈക്ക് അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് എക്സെട്ര. സെയിൽ ഓഫ് ബിസിനസ് ആസ് എ ഗോയിങ് കോൺസേൺ. നമ്മുടെ സ്ഥാപനം മറ്റൊരു സ്ഥാപനത്തിന് വിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ സ്ഥാപനത്തിന്റെ മറ്റാസ്തികളെല്ലാം വാല്യൂ ചെയ്യുന്നതോടൊപ്പം ഗുഡ്വിൽ കൂടി വാല്യൂ ചെയ്യുന്നു. ദെൻ അമാൽഗമേഷൻ ഓഫ് ഫേംസ്. രണ്ടോ അതിലധികമോ പാർട്ട്ണർഷിപ്പ് ഫേം കൂടി ചേർന്ന് ഒരു ബിസിനസ്സായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ അമാൽഗമേഷൻ എന്ന് പറയുന്നത്. സോ ആ സാഹചര്യങ്ങളിലും സ്ഥാപനത്തിന്റെ ഗുഡ്വിൽ കൂടി വാല്യൂ ചെയ്യുന്നുണ്ട്. സോ സാധാരണഗതിയിൽ പാർട്ട്ണർഷിപ്പിൽ ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്ന സാഹചര്യങ്ങൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വരുന്ന ചേഞ്ച്, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് മുതലായ എലമെന്റുകൾ നടക്കുകയാണെങ്കിൽ, ബിസിനസ് വിൽക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫോംസ് അമാൽഗമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെർജർ നടത്തുകയാണ് എങ്കിൽ. ദെൻ മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. 3 മെത്തേഡുകളാണ് പാർട്ട്ണർഷിപ്പിൽ ഗുഡ്വിൽ വാല്യുവേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് അത് സിമ്പിൾ ആവറേജ് ആവാം അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് ആവാം. ദെൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, തേർഡ് വൺ ഈസ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡുകൾ ഉണ്ട്. ഏത് മെത്തേഡിലാണ് ഗുഡ്വിൽ വാല്യൂ ചെയ്യേണ്ടത് എന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്യും. ഇന്ന് നമുക്ക് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്നത് എങ്ങനെ എന്ന് നോക്കാം. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് എഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. കഴിഞ്ഞ നിശ്ചിത കാലത്തെ ലാഭത്തിന്റെ ശരാശരി കണ്ടെത്തുക. ആ ശരാശരി ലാഭത്തെ നിശ്ചിത നമ്പർ ഓഫ് ഇയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഗുഡ്വിൽ. എത്ര വർഷം കൊണ്ടാണോ ഗുണിക്കേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യുക. അതൊരു എസ്റ്റിമേറ്റ് ആണ്. അതായത് നമ്മളുടെ ഈ ആവറേജ് പ്രോഫിറ്റ് തുടർന്ന് ഇനി എത്ര വർഷം കൂടി ലഭിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നുണ്ടോ അതാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുന്നത്. സോ ഗുഡ്വിൽ കാണുന്നത് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആണ്. എങ്ങനെ ആവറേജ് പ്രോഫിറ്റ് കാണുന്നത്? യെസ്, ടോട്ടൽ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പ്രോഫിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആവറേജ് പ്രോഫിറ്റ് കിട്ടുന്നത്. നമ്മളൊരു 5 വർഷത്തെ ലാഭമാണ് തന്നിരിക്കുന്നതെങ്കിൽ 5 വർഷത്തെ ലാഭം ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 5, അപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഡ്യൂറിംഗ് വിച്ച് ദി ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് എക്സ്പെക്റ്റഡ് ടു അക്രൂ. എത്ര കൊല്ലം കൂടി ഇതേ നിലയിൽ ലാഭം ലഭിക്കും എന്ന് നാം പ്രതീക്ഷിക്കുന്നുണ്ടോ അതിനാണ് നമ്മൾ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയും. ഇനി നമുക്കൊരു ഇലസ്ട്രേഷൻ നോക്കാം. പ്രോഫിറ്റ് ഓഫ് എ ഫേം ഫോർ ദ ലാസ്റ്റ് 5 years were 4 lakh, 5,50,000, 6,20,000, 1,30,000 and 7 lakh. Calculate goodwill by 2 years purchase of average profit of last 5 years. കഴിഞ്ഞ 5 വർഷത്തെ ലാഭമാണ് തന്നിരിക്കുന്നത്. ഈ 5 വർഷത്തെ ലാഭത്തിന്റെ ശരാശരി കാണുക, അതാണ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഗുഡ്വിൽ. സോ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ഗുഡ്വിൽ കാണുന്നത് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 2 years പർച്ചേസ് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സോ ആവറേജ് പ്രോഫിറ്റ് കാണുക. എങ്ങനെ ആവറേജ് പ്രോഫിറ്റ് കാണണ്ടേ? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ടോട്ടൽ പ്രോഫിറ്റ് കാണുക. 2015 4 lakh, then 5,50,000, 6,20,000, 1,30,000 and 7 lakh. 5 വർഷത്തെ ലാഭമാണ്. ഇവ 5ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. ടോട്ടൽ പ്രോഫിറ്റ് യെസ് 24 lakh. കഴിഞ്ഞ 5 വർഷത്തെ ലാഭം തന്നിട്ടുണ്ട്. ഇത് 5ഉം കൂടി ആഡ് ചെയ്യുക, 24 lakh കിട്ടി. ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ് പ്രോഫിറ്റ്. നമ്മൾ 5 വർഷത്തെ ലാഭമാണ് എടുത്തത്. സോ നമ്പർ ഓഫ് ഇയേഴ്സ് പ്രോഫിറ്റ് മീൻസ് 5. സോ ആവറേജ് പ്രോഫിറ്റ് ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. 24 ലക്ഷം ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 4,80,000. ദെൻ ഗുഡ്വിൽ കാണുക. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 2 years പർച്ചേസ് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സോ ഗുഡ്വിൽ സമം ആവറേജ് പ്രോഫിറ്റ് 4,80,000 ഇൻറ്റു 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 9,60,000. 9,60,000 രൂപയാണ് ഈ സ്ഥാപനത്തിന്റെ ഗുഡ്വിൽ. സോ ആവറേജ് പ്രോഫിറ്റ്
മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാണാൻ വേണ്ടി തന്നിരിക്കുന്ന ലാഭത്തിന്റെ ശരാശരി കാണുക. ആ ശരാശരി ലാഭത്തെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇനി എത്ര വർഷം കൂടി ഇതേ നിലയിൽ ലാഭം ലഭിക്കും എന്ന് നാം പ്രതീക്ഷിക്കുന്നുണ്ടോ ആ നമ്പർ ഓഫ് ഇയർ ആണ് നമ്മൾ എടുക്കുന്നത്. വരുന്ന 2 കൊല്ലം അല്ലെ 3 കൊല്ലം ഇതേ നിലയിൽ തന്നെ ലാഭം ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ 2 കൊല്ലത്തെ അല്ലെങ്കിൽ ആ 3 കൊല്ലത്തെ നമ്മൾ നമ്പർ ഓഫ് ഇയേഴ്സ് ആയിട്ട് പരിഗണിക്കുന്നു. ആ ഇയറിന് ശേഷം നമ്മൾ അധിക കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. ഈ നിലയിൽ ലാഭം ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ നിലവിൽ കാണുന്നില്ല. അപ്പോൾ ഇതേ നിലയിൽ എത്ര വർഷം കൂടി ലാഭം ലഭിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നുണ്ടോ അതാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആയിട്ട് പരിഗണിക്കുന്നത്. മറ്റൊരു ഇല്ലസ്ട്രേഷൻ നമുക്ക് നോക്കാം. Profit of a firm for the last 5 years were 40,000, 50,000, 60,000, 10,000 loss, then 70,000. Calculate goodwill by 3 years purchase of average profit of last 5 years. കഴിഞ്ഞ 5 വർഷത്തെ ശരാശരി ലാഭത്തിന്റെ 3 times ആണ് ഗുഡ്വിൽ ആയിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓർമ്മിക്കുക, തന്നിരിക്കുന്ന ലാഭത്തിൽ ഒരു വർഷം 2018 10,000 രൂപ നഷ്ടമാണുള്ളത് എന്ന് ഓർമ്മിക്കുക. സോ ആദ്യം ഗുഡ്വിൽ കാണുന്നത് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 3 years പർച്ചേസ് ആണ്. ആവറേജ് പ്രോഫിറ്റ് കാണാൻ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് പ്രോഫിറ്റ് ആണ്. 5 വർഷത്തെ ലാഭം തന്നിരിക്കുന്നു. 5 വർഷത്തെ ലാഭനഷ്ടങ്ങളിൽ 2018 നഷ്ടമാണ് എന്ന് ഓർമ്മിക്കുക. സോ 40,000 പ്ലസ് 50,000 പ്ലസ് 60,000 മൈനസ് 10,000 പ്ലസ് 70,000. 2018 നഷ്ടമാണ്. ആ നഷ്ടം ലെസ് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം. സോ ഇതിന്റെ ടോട്ടല് 2,10,000. ലാഭങ്ങൾ ഉള്ള 4 വർഷമുണ്ട്. 4 വർഷത്തെ ലാഭം ആഡ് ചെയ്യുക. 1 വർഷം നഷ്ടമാണ്, അത് ലെസ് ചെയ്യുക. ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ് പ്രോഫിറ്റ് മീൻസ് 5 ആണ്. ആകെയുള്ള വർഷങ്ങളാണ് പരിഗണിക്കേണ്ടത്. ലാഭമാണോ നഷ്ടമാണോ എന്നല്ല. 5 വർഷത്തെ ലാഭനഷ്ടങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്പർ ഓഫ് ഇയേഴ്സ് 5 ആണ്. ദെൻ ആവറേജ് പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് എന്നാണ്. 2,10,000 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 42,000. 42,000 രൂപ ആവറേജ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. ഇനി ഗുഡ്വിൽ കാണുക. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 3 years പർച്ചേസ് എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. സോ 42,000 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,26,000. 1,26,000 രൂപയാണ് സ്ഥാപനത്തിന്റെ ഗുഡ്വിൽ എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും ഒരു വർഷം നഷ്ടമാണുള്ളതെങ്കിൽ ആ നഷ്ടം ടോട്ടൽ പ്രോഫിറ്റ് കാണുമ്പോൾ ഡിഡക്റ്റ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ് എടുക്കുന്നത് ഈ നഷ്ടമുള്ള വർഷം അടക്കം ആയിരിക്കും. ദെൻ ഈ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ നിന്നും ചെറിയ വ്യത്യാസമുള്ള മറ്റൊരു മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. നമ്മൾ ഇതുവരെ കണ്ട ദ സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് ആണ്. തന്നിരിക്കുന്ന ലാഭത്തെ അതേപടി തന്നെ നമ്മൾ ശരാശരി ലാഭം കണ്ടു. പ്രോഫിറ്റിൽ കയറ്റിറക്കങ്ങൾ വളരെ വലുതായിട്ടുണ്ട് എങ്കിൽ എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ട്രെൻഡ് ലാഭം കാണിക്കുന്നു. ഒരു വർഷം വലിയ തോതിലുള്ള ലാഭം, പിറ്റത്തെ വർഷം ലാഭം തീരെ കുറവാണ്. ഇങ്ങനെ വൈഡ് ഫ്ലക്ച്വേഷൻ ലാഭത്തിലുണ്ട് എങ്കിലാണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് നാം ഉപയോഗിക്കുന്നത്. ഇവിടെ ഏറ്റവും റീസെന്റ് ഇയറിലെ പ്രോഫിറ്റ് വീണ്ടും ആവർത്തിക്കപ്പെടാൻ അധിക സാധ്യതയുള്ളതിനാൽ ആ റീസെന്റ് ഇയറിലെ പ്രോഫിറ്റിന് നമ്മൾ ഉയർന്ന വെയിറ്റേജ് കൊടുക്കും. അത് ക്വസ്റ്റിനകത്ത് അതിന്റെ വെയിറ്റ് എത്രയാണെന്ന് പറയും. ആരംഭ വർഷങ്ങളിൽ 1, 2, 3, 4 ആ ഒരു ക്രമത്തിൽ ആയിരിക്കും നമ്മൾ വെയിറ്റേജ് ഇടുന്നത്. ഏറ്റവും റീസെന്റ് ഇയറിൽ ഉയർന്ന വെയിറ്റേജ്, അത് 5 വർഷത്തെ ലാഭമാണെങ്കിൽ അതിന് 5 എന്ന് കൊടുക്കുന്നു. തൊട്ട് മുൻ വർഷം 4, ആ ഒരു ക്രമത്തിലായിരിക്കും വെയിറ്റേജ് തരുന്നത്. ഇവിടെ ഗുഡ്വിൽ കാണുന്നത് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കാണണമെങ്കിൽ വെയ്റ്റഡ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വെയ്റ്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് വെയിറ്റ് ആണ്. അതാത് വർഷത്തെ ലാഭത്തെ അതാത് വർഷത്തിന്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടുന്ന ടോട്ടൽ
വെയ്റ്റഡ് പ്രോഫിറ്റിനെ ടോട്ടൽ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ ഇതിന്റെ സ്റ്റെപ്പ് നോക്കുക. മൾട്ടിപ്ലൈയിങ് പ്രോഫിറ്റ് വിത്ത് കറസ്പോണ്ടിങ് വെയിറ്റ്, ഇറ്റ് ഈസ് ടേംഡ് ആസ് പ്രോഡക്റ്റ്. അതാത് വർഷത്തെ ലാഭം നമുക്ക് തന്നിട്ടുണ്ടാവും, ആ വർഷത്തെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ലാഭത്തെ ആ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനാണ് വിളിക്കുന്ന പേരാണ് പ്രോഡക്റ്റ്. 2, ഫൈൻഡ് ദ സം ഓഫ് പ്രോഡക്റ്റ്. ഇങ്ങനെ നമ്മൾ 5 കൊല്ലം അല്ലെ 4 കൊല്ലത്തെ ലാഭത്തിന്റെ പ്രോഡക്റ്റ് കണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ആകെ തുക കാണുക, ടോട്ടൽ കാണുക. ഫൈൻഡ് ദ സം ഓഫ് വെയിറ്റ്, തന്നിരിക്കുന്ന വെയിറ്റിന്റെ തുക കാണുക. ദെൻ ഫൈൻഡ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ബൈ ഡിവൈഡിങ് ടോട്ടൽ പ്രോഡക്റ്റ് വിത്ത് ടോട്ടൽ വെയിറ്റ്. ആ ടോട്ടൽ പ്രോഡക്റ്റിനെ ടോട്ടൽ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ദെൻ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗുഡ് വിൽ ലഭിക്കും. സോ കഴിഞ്ഞ ആവറേജ് പ്രോഫിറ്റിൽ നിന്നും വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിനുള്ള വ്യത്യാസം ഇതാണ്. തന്നിരിക്കുന്ന ലാഭത്തെ അതേപടി ആവറേജ് കാണുന്നതിന് പകരം ആ പ്രോഫിറ്റിനെ അതാത് ഇയറിന്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനാണ് വെയ്റ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. വെയ്റ്റഡ് പ്രോഫിറ്റിനെ ടോട്ടൽ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ആ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് വിൽ ലഭിക്കും. നമുക്ക് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. Profit of a firm for the last 5 years were 20,000, 24,000, 30,000, 25,000 and 18,000. Calculate goodwill on the basis of 3 years purchase of weighted average profit based on weights 1, 2, 3, 4 and 5 respectively. 2015 വെയിറ്റ് അസൈൻ ചെയ്തിരിക്കുന്ന 1, 2016 2, ആ ക്രമത്തിൽ 2019 5 എന്ന നമ്പറാണ് വെയിറ്റ് ആയിട്ട് അസൈൻ ചെയ്യുക. അതായത് 2019 നമുക്ക് ലഭിച്ചിരിക്കുന്ന 18,000 രൂപയാണ് നമുക്ക് ലഭിക്കുവാൻ ഇനിയും അധിക സാധ്യതയുള്ളത്. റീസെന്റ് ഇയർ ഓഫ് പ്രോഫിറ്റ് വന്നപ്പോൾ ഉയർന്ന വെയിറ്റേജ് കൊടുത്തു, മുൻ വർഷങ്ങളിലെ ലാഭങ്ങൾക്ക് കുറഞ്ഞ വെയിറ്റ് കൊടുത്ത് നമ്മൾ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് കാണാൻ പോകുന്നു. സോ ഇതിന് ഒരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുക. ഇയർ, പ്രോഫിറ്റ്, വെയിറ്റ്, ഇത് മൂന്നും ക്വസ്റ്റ്യന് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ലാസ്റ്റ് കോളം പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് മീൻസ് പ്രോഫിറ്റ് ഇൻറ്റു വെയിറ്റ്. ഇയർ ക്വസ്റ്റ്യന് തന്ന പ്രകാരം 5 ഇയർ എഴുതുക. 2015, 2016, 2017, 18 ആൻഡ് 19. അതാത് വർഷത്തെ ലാഭം ക്വസ്റ്റ്യന് തന്നതുപോലെ തന്നെ എഴുതുക. 20,000, 24,000, 30,000, 25,000, 18,000. ഈ 5 വർഷത്തെയും വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 2015 1, 16 2, then 3, 4, 5. ഇത്രയും വിവരങ്ങൾ ക്വസ്റ്റ്യനിൽ നിന്നും ഡയറക്റ്റ് എടുത്തതാണ്. ഇനി പ്രോഡക്റ്റ് കാണാം. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതാത് വർഷത്തെ ലാഭത്തെ അതാത് വർഷത്തിന്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 20,000 into 1. സെക്കൻഡ് 24,000 into 2. 30,000 into 3. 25,000 into 4. 18,000 into 5. ലാഭത്തെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഇതിന്റെ ആൻസർ നോക്കുക. 20,000 into 1, യെസ് 20,000. 24,000 into 2, 48,000. 30,000 into 3, 90,000. 25,000 into 4, 1 lakh. 18,000 into 5, 90,000. 5 വർഷത്തെ പ്രോഫിറ്റിന്റെ പ്രോഡക്റ്റ് കണ്ടു. എങ്ങനെ പ്രോഡക്റ്റ് കണ്ടു? പ്രോഫിറ്റിനെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ടോട്ടൽ വെയിറ്റും ടോട്ടൽ പ്രോഫിറ്റുമാണ് കണ്ടേ. വെയിറ്റിന്റെ ടോട്ടൽ 1 + 2 + 3 + 4 + 5 എത്ര? 15. ദെൻ പ്രോഡക്റ്റിന്റെ ടോട്ടൽ 3,48,000 രൂപ. ടോട്ടൽ വെയിറ്റും ടോട്ടൽ പ്രോഡക്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. ടോട്ടൽ വെയിറ്റഡ് പ്രോഫിറ്റ് 3,48,000 ടോട്ടൽ വെയിറ്റ് 15. സോ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് കാണുന്നത് ടോട്ടൽ വെയിറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ വെയിറ്റ് ആണ്. ദാറ്റ് ഈസ് 3,48,000 ഡിവൈഡഡ് ബൈ 15. റെഡി? യെസ് 23,200. ഗുഡ്വിൽ കാണാൻ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റിനെ 3 years പർച്ചേസ് എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. സോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ്
23,200 into 3, that is equal to 69,600. ഇതാണ് ഫേമിന്റെ ഗുഡ് വിൽ. സോ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോഫിറ്റിൽ വൈഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിലാണ്. ഏതാണ്ട് യൂണിഫോം നിരക്കിൽ തന്നെയാണ് ലാഭമുള്ളതെങ്കിൽ സിമ്പിൾ ആവറേജ് ആണ് ഉപയോഗിക്കുന്നത്. പ്രോഫിറ്റിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എങ്കിൽ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഗുഡ് വിൽ കാണുന്നത്. അതാത് വർഷത്തെ ലാഭത്തെ അതാത് വർഷത്തെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റിന്റെ സമ്മ് കാണുക, ദാറ്റ് ഈസ് ടോട്ടൽ പ്രോഡക്റ്റ്. ടോട്ടൽ പ്രോഡക്റ്റിനെ ടോട്ടൽ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഈ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സോ ദെൻ ഗുഡ് വിൽ കിട്ടും. Then test your understanding. Thank you for your cooperation. Thanks.